പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഗാസ എന്ന പേരിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഒരു വാക്ക് കടന്നു കയറിയിട്ടുണ്ട്. ഗോസ് എന്ന വാക്ക്, GAUZE, ഗോസ്. ആ വാക്കിൻ്റെ അർത്ഥം നാം ശസ്ത്രക്രിയയ്ക്കും മറ്റും ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന നേർത്ത തുണിയാണ്. അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. വളരെ നേർത്ത കോട്ടൺ കൊണ്ടോ ലിനൻ കൊണ്ടോ ഉണ്ടാക്കിയ ചികിത്സാ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തുണിയെയാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ഗോസ്, GAUZE എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ വാക്കിന് അല്ലെങ്കിൽ ഈ അർത്ഥം വരുന്ന ആശയത്തിന് അങ്ങനെ ഒരു പേര് വന്നത് സവിശേഷമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ്. ഗാസയിലെ മനുഷ്യർ ഇത്തരത്തിൽ നേർത്ത തുണി നെയ്തെടുക്കുന്നതിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വൈദഗ്ധ്യം നേടിയിരുന്നവരാണ്. അവരാണ് മധ്യേഷ്യയിലേക്കും ലോകത്തിന്റെ പല പ്രദേശങ്ങളിലേക്കും ഇത്തരത്തിലുള്ള തുണി നെയ്ത്തിന്റെ ആശുപത്രികൾക്ക് ചികിത്സാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേർത്ത തുണി നെയ്തെത്തിക്കുന്നതിന്റെ വൈദഗ്ധ്യത്തെ ലോകത്തിന്റെ പല കോണുകളിലേക്കും വ്യാപിപ്പിച്ചത്. അങ്ങനെ ഗാസൻ ജനതയോട്, ഗാസയിലെ ലക്ഷക്കണക്കായ ഇന്ന് അഭയാർത്ഥികളായി ഏതാണ്ട് ഒരു തുറന്ന ജയിൽ എന്ന പോലെ അനുദിനം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ മുറിവുണക്കിയത് എന്ന കാര്യം നമ്മളിപ്പോ ഓർക്കാറില്ല. ആ വാക്ക് ബാക്കിയുണ്ട്. ആ വാക്കുണ്ടാക്കിയ ജനത ചരിത്രത്തിൽ നിന്ന് പതിയെ പതിയെ മാഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുന്നു. സമീപകാലത്ത് ന്യൂസിലാൻഡിലെ പ്രധാന എഴുത്തുകാരിൽ ഒരാളായ എംബറി ഇതേക്കുറിച്ചൊരു കവിത എഴുതുകയുണ്ടായി. അതിങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ് ഞാനത് വായിക്കാം. This morning I learned the English word gauze comes from Gaza because Gazans have been skilled weavers for centuries. I wondered then how many of our wounds have been dressed because of them, and how many of theirs have been left open because of us. കവിതയുടെ പേര് നമ്മളാൽ, നമ്മൾ മൂലം. I wondered then how many of our wounds have been dressed because of them. ഞാൻ അത്ഭുതപ്പെട്ടു, അവരാൽ നമ്മുടെ എത്ര മുറിവുകളാണ് കെട്ടി ഉണക്കപ്പെട്ടത്. And how many of theirs have been left open because of them. നമ്മളാൽ അവരുടെ എത്ര മുറിവുകളാണ് തുറന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ലോകത്തോടുള്ള ഒരു കവിതയാണ്. കാരണം കഴിഞ്ഞ 75 വർഷമായി വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ജനതയാണ് പലസ്തീനിലേത്. ഹമാസിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒക്ടോബർ 7-ാം തീയതി അവർ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വലിയ വിശദീകരണങ്ങൾ സാമ്രാജ്യത്വ പത്രങ്ങളും ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളും ഒക്കെ ആവർത്തിക്കുകയും ഹമാസ് ഒരു ഭീകര പ്രസ്ഥാനമാണ് എന്ന് സ്ഥാപിക്കാൻ പുറപ്പെടുകയും വല്ലാതെ പരിശ്രമിക്കുകയും അതാണ് ഈ മനുഷ്യ ദുരന്തത്തിന് കാരണം എന്ന് നമ്മോട് വിശദീകരിക്കുകയും ചെയ്യുന്നു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെ നമ്മുടെ പ്രധാനമന്ത്രി വരെ പിന്തുണയ്ക്കുന്നു. ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികളൊക്കെ തന്നെ അവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ പലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഭൂപടം 1940-കൾ മുതൽ ഇപ്പോൾ വരെയുള്ള ഭൂപടം വെറുതെ ശ്രദ്ധിച്ചാൽ എന്താണ് സംഭവിച്ചത് എന്ന് ആ ഭൂപടം മാത്രം നമ്മോട് പറയും. ഒരു സമ്പൂർണ്ണ സ്വയംഭരണ അധികാര രാഷ്ട്രമായിരുന്ന പലസ്തീൻ എങ്ങനെയാണ് 48-ൽ വിഭജിക്കപ്പെട്ടതെന്നും
ആ വിഭജനത്തിന് ശേഷം പലസ്തീൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കൊണ്ട് എങ്ങനെയാണ് പതിയെ ഇല്ലാതാക്കപ്പെട്ടത് എന്നും അവസാനത്തെ തുരുത്തായിട്ടുള്ള വെസ്റ്റ് ബാങ്കും അതുപോലെ ഗാസയിലും ആ ഗാസയിൽ നിന്ന് പലസ്തീനികളെ സമ്പൂർണ്ണമായി നിഷ്കാസനം ചെയ്ത് അവിടെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാനും ഇപ്പോൾ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് ഒഴിഞ്ഞു പോകാനും പതിയെ തെക്കൻ ഗാസയിൽ നിന്ന് റാഫ വഴി അവരെ ഈജിപ്തിലേക്ക് തള്ളി മാറ്റാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ 7.5 പതിറ്റാണ്ട് നീണ്ട അധിനിവേശം, 1-2 വർഷമല്ല. ആ അധിനിവേശത്തിൻ്റെ ഇരകളായി തീർന്ന് ആ അധിനിവേശത്താൽ വേട്ടയാടപ്പെട്ട് വിദ്യാഭ്യാസത്തിന് അവസരമില്ലാതെ, ആരോഗ്യപരിപാലനത്തിന് അവസരമില്ലാതെ, തൊഴിലില്ലാതെ തങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ എത്രയോ അപമാനകരമായ പരിശോധനകൾക്ക് അനുദിനം വിധേയമാകണം എന്ന നിലയിൽ ജീവിച്ച ലക്ഷോപലക്ഷം മനുഷ്യരുടെ രോഷം കൂടിയാണ് വാസ്തവത്തിൽ ഹമാസ് എന്നത്. അല്ലാതെ ഹമാസ് ഒരു ദിവസം കാലത്തെ പൊട്ടിമുളച്ച പ്രസ്ഥാനമല്ല. ഹമാസിൻ്റെ രൂപപ്പെടലിന് പിന്നിലൊക്കെ പല താല്പര്യങ്ങളുണ്ടാവും. അക്കാലത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാലസ്തീൻ ഓർഗനൈസേഷൻ PLO യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന സമയത്ത് അതിനോടുള്ള പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ഹമാസ് രൂപപ്പെട്ടത് എന്ന് ഇതേക്കുറിച്ച് പഠിച്ച ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ പ്രശ്നത്തിൻ്റെ വേര് ഹമാസിൻ്റെ ബോംബിംഗ് ഒന്നുമല്ല. ഈ പ്രശ്നത്തിൻ്റെ വേര് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആരോരും അറിയാതെ, ലോകമറിയാതെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങളെ പങ്കുവെച്ചെടുക്കാൻ 1916-18 കാലത്ത് ഫ്രാൻസും ഇംഗ്ലണ്ടും തീരുമാനിച്ചതിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ പ്രശ്നം. അതിനുശേഷം പല മേഖലകളായിട്ട് പിരിഞ്ഞു. പലസ്തീൻ എന്ന രാജ്യം വന്നു. ആ രാജ്യം വിഭജിക്കാനായി 2ാം ലോക യുദ്ധാനന്തരം ഐക്യരാഷ്ട്രസഭ പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയം പലസ്തീൻ അംഗീകരിച്ചില്ലെങ്കിലും ആ പ്രമേയം നടപ്പിലാക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് പലസ്തീൻ മേഖലകളെ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ ഒരു സ്വയം രാജ്യമായി നിലവിൽ വന്ന 48 മുതൽ വാസ്തവത്തിൽ പലസ്തീനിലെ ജനത അധിനിവേശത്തിൻ്റെ ഇരകളാണ്. 75 വർഷമെന്ന് പറഞ്ഞാൽ 3-4 തലമുറകളാണ്. ഇന്ന് പലസ്തീനിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞും ഒരു യുവാവും ഒരു വൃദ്ധനും തൻ്റെ വീട്ടിലെ ആരെങ്കിലും കൊല്ലപ്പെടാത്തവരായി ഇല്ല. ഇത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമല്ല. നമ്മുടെ വീടുകളിലെ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടാത്തവരായി ഇല്ല എന്നത് ഓരോ പലസ്തീനിയുടെയും അനുഭവമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ഹമാസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഹമാസിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത്. ഹമാസിൻ്റെ പ്രത്യയശാസ്ത്രത്തോടോ അല്ലെങ്കിൽ ലെബനനിൽ ഹിസ്ബുള്ള ഉയർത്തുന്ന പ്രത്യയശാസ്ത്രത്തോടോ ഒക്കെ നമുക്ക് വിയോജിക്കേണ്ടതുണ്ട്. വ്യക്തിപരമായി വിയോജിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന യുക്തി മതമായി കൂടാ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരു കാലത്തും നാം വച്ചു പുലർത്തിക്കൂടാ എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഹിസ്ബുള്ളയെയും ഇറാനെയും ഹമാസിനെയും കേന്ദ്രമാക്കി ഇസ്രായേലിനെ മുൻനിർത്തി കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികം കാലമായി മധ്യേഷ്യയിൽ സാമ്രാജ്യത്വ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ കടന്നുകയറ്റത്തിൻ്റെ അവസാന രൂപമാണ് ഇന്ന് നാം കാണുന്നത് എന്ന കാര്യം ഇതിനിടയിൽ മറന്നു പോകരുത്. കാരണം ഇത് മധ്യേഷ്യയിലെ ആധിപത്യം സ്ഥാപിക്കാനും മധ്യേഷ്യയിലെ എണ്ണയെയും അത് നൽകുന്ന സമ്പത്തിൻ്റെ സാധ്യതകളെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനുമുള്ള പരിശ്രമങ്ങൾ ഏതാണ്ട് 1950-കൾ മുതൽ 2ാം ലോക യുദ്ധാനന്തരം മുതൽ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനു മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കൈപ്പിടിയിലായിരുന്ന ഈ മേഖലകൾ സ്വതന്ത്ര രാജ്യങ്ങളായി മാറിയ കാലം മുതൽ തന്നെ തങ്ങളുടെ പരമാധികാരത്തിന് കീഴിൽ ഈ മേഖലകളെ ഒതുക്കി നിർത്തുക, അറബ് രാജ്യങ്ങളെയും മധ്യേഷ്യയെയും തങ്ങളുടെ അധീന മേഖലകളാക്കി മാറ്റുക എന്ന നിരന്തരമായൊരു സാമ്രാജ്യ തന്ത്രം അവിടെ പ്രയോഗിക്കപ്പെട്ടിരുന്നു. പതിയെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിന് വഴങ്ങുന്ന നില വന്നു. ആദ്യഘട്ടത്തിലൊക്കെ അമേരിക്കൻ അധിനിവേശത്തെ ചെറുത്തുകൊണ്ടിരുന്ന ശക്തികളൊക്കെ പതിയെ അതിന് കീഴ്പ്പെടുന്ന സ്ഥിതി വന്നു. ഇസ്രായേലിനെ മുൻനിർത്തി അമേരിക്ക നടത്തിയ ശ്രമങ്ങളോട് ഏറ്റുമുട്ടാൻ പല ഘട്ടങ്ങളിലായി നടത്തിയ ശ്രമങ്ങൾ ദുർബലമായതോടെ
പൊതുവിൽ മധ്യേഷ്യയിലെ അല്ലെങ്കിൽ ഈ അറേബ്യൻ മേഖലയിലെ പ്രബല ശക്തികളൊക്കെ തന്നെ സാമ്രാജ്യത്വ ശക്തികളുമായി പല നിലയിൽ ഒത്തുപോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. ഈ ഘട്ടത്തിലും കീഴടങ്ങാതെ നിന്ന 3 പ്രധാനപ്പെട്ട ശക്തികളാണ് ആ മേഖലയിലുള്ളത്. ആ ശക്തികളുടെയും അവരുടെ പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചുള്ള വിമർശനങ്ങൾ നിശ്ചയമായിട്ടും ഉണ്ടാവുകയും വേണം. പക്ഷെ അതേസമയം തന്നെ ലെബനണിലെ ഹിസ്ബുള്ളയെ പോലൊരു സംഘം, ഇറാനിലെ ഭരണകൂടം, 1950കളിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ ഉയർന്നു വന്ന ഭരണകൂടം, ഹമാസിനെ കേന്ദ്രമാക്കി പാലസ്തീനിൽ ഉയർന്നു വന്ന സംവിധാനം, ഇത് 3ഉം നിർബന്ധമായും നിരന്തരമായും ഈ സാമ്രാജ്യത്വത്തിനെ, ഇസ്രായേലിനെ മുൻനിർത്തിയുള്ള അവരുടെ കടന്നുകയറ്റ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെയും ഇവരുടെ സമീപനങ്ങളെയും പൊതുവെ ഭീകര പ്രസ്ഥാനങ്ങൾ എന്ന് മുദ്രകുത്തി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അക്കാലം മുതലേ ഉണ്ട് താനും. അതിൽ ഭീകരവാദത്തിൻ്റെ അംശങ്ങളുണ്ടോ ഇല്ലയോ എന്നൊരാൾക്ക് തർക്കിക്കാം. പക്ഷെ നിങ്ങൾ ആ തർക്കത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്താണ് പലസ്തീനോടും മധ്യേഷ്യയോടും സാമ്രാജ്യത്വം കഴിഞ്ഞ 3/4 നൂറ്റാണ്ടുകാലം ചെയ്തത് എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വാസ്തവത്തിൽ ഹമാസിനോടുള്ള വിമർശനാത്മകമായ ഒരു നിലപാടെടുക്കാൻ കഴിയൂ. ഹമാസിന് ഒരു വട്ടം നിങ്ങൾ വിമർശിക്കണമെങ്കിൽ 100 വട്ടം നിങ്ങൾ സാമ്രാജ്യ അധിനിവേശത്തെയും ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തെയും വിമർശിക്കേണ്ടതുണ്ട്. ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് കേട്ടോ. ഇസ്രായേലിനെ ഭീകരരാഷ്ട്രം എന്ന് വിളിക്കാമോ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിക്കും. ആകാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഭീകരത എന്ന് പറയുന്നത് നിങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ ഇല്ലാതാകുന്ന ഒന്നല്ല. ഒരു ജനതയ്ക്ക് കുടിവെള്ളം നിഷേധിച്ച്, ചികിത്സാ സംവിധാനങ്ങൾ നിഷേധിച്ച്, തൊഴിൽ നിഷേധിച്ച്, വിദ്യാഭ്യാസം നിഷേധിച്ച് 7.5 പതിറ്റാണ്ട് കാലം ഏതാണ്ട് സമ്പൂർണമായി കൊട്ടിയടക്കപ്പെട്ട ഒരു ജയില് പോലെയായി ഒരു രാജ്യത്തെ മാറ്റി തീർത്ത് ഗാസ എന്ന മേഖലയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നതാണ് വാസ്തവത്തിൽ ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്ന് ഏറെക്കുറെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇസ്രായേൽ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി അറിയാതെയാണെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട് അവരെ തുടച്ചു നീക്കും എന്നത്. ഇത് മുമ്പ് നമ്മൾ കേട്ടത് ജൂതന്മാരെ തുടച്ചു നീക്കുന്നതിനെ കുറിച്ചാണ്. അതിൻ്റെ ഇരകളായി തീർന്നു എന്ന് എല്ലാ ദിവസവും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അതേ വാക്കുകൾ ആരംഭിക്കുന്നത്. ഇന്ന് ഫാഷിസത്തിന് ലോകത്ത് ഏതെങ്കിലും ഒരു യഥാർത്ഥ പിന്തുടർച്ചാവകാശി ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിലെ സയനിസ്റ്റുകളും അവരുടെ വംശീയ ഉന്മൂലനവുമാണ് എന്ന് സംശയരഹിതമായിട്ട് പറയാൻ കഴിയും. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ആ വംശീയ ഉന്മൂലനത്തോട് അരുതെന്ന് പറയാൻ ആത്മബലമില്ലാത്തൊരു രാജ്യമായി മാറിപ്പോയി. വാസ്തവത്തിൽ പലസ്തീൻ വിഭജിച്ച് ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെടുത്തണമെന്ന ആശയം തുടങ്ങിയ സമയത്ത് തന്നെ, അങ്ങനെ ഒരു വാദം ഉന്നയിക്കപ്പെട്ട സമയത്ത് ലോകത്ത് ഏറ്റവും ആദ്യം അതിനെ എതിർത്ത ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധി അന്ന് ഉന്നയിച്ച ഒരു വാദം, ഗാന്ധിയുടെ വാദം വളരെ ലളിതമായിരുന്നു. ഇന്ത്യയിൽ എങ്ങനെയാണോ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് കഴിയുന്നത് അതുപോലെ അറബികളും യഹൂദന്മാരും പാലസ്തീനിൽ ഒരുമിച്ച് കഴിയുകയാണ് വേണ്ടത്. രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ചുകൂടാ. ഗാന്ധിയുടെ ഇവിടുത്തെ നിലപാടും അതായിരുന്നു, അവിടുത്തെ നിലപാടും അതായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ലോകത്ത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ രൂപപ്പെടലിനെ ഏറ്റവും ആദ്യം വിമർശിക്കുകയും അതിനെതിരായ ഖണ്ഡിതമായ നിലപാടെടുക്കുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. ഇനി ഈ ഓർമ്മയൊന്നും അധികാലം നിൽക്കില്ല കേട്ടോ. കാരണം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലെ പഴയ പാർലമെൻറ്റിൻ്റെ, പുതിയ പാർലമെൻറ്റിൽ ഇപ്പോൾ അതൊന്നുമില്ല, മറ്റേ വടിയാണുള്ളത്. നമ്മുടെ മദ്രാസിൽ നിന്ന് ചെങ്കോല് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുപോയിണ്ടായില്ല. ഒരു വടിയാണ്, ഒരു മൂലയ്ക്ക് കിടന്നിരുന്ന സാധനമാണ്, അത് പമ്പായിട്ട് മാറി എന്ന് കരുതിക്കൂടും. എന്തൊരു അസംബന്ധങ്ങളുടെ കാലമാണ്. പുതിയ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, മന്ത്രം, ആചാരം, പൂജ ഇതെല്ലാം നടക്കുന്നു. നോക്കൂ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ പ്രാതിനിധ്യമുള്ള ഒരൊറ്റ ആള് മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അത് ഇന്ത്യയുടെ രാഷ്ട്രപതി. പ്രധാനമന്ത്രി പാർലമെന്റിന്റെ സമ്പൂർണ്ണ പ്രാതിനിധ്യം ഉള്ള ഒരാളല്ല. അദ്ദേഹം ഭരണകക്ഷിയുടെ നേതാവാണ്. പ്രതിപക്ഷമുണ്ട്. ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും സ്പീക്കറുടെയും രാജ്യ സംവിധാനങ്ങളുടെയും സമ്പൂർണ്ണ അധികാരമുള്ള പ്രാതിനിധ്യം ഭരണഘടനാപരമായുള്ള ഒരൊറ്റയാൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ, അത് രാഷ്ട്രപതിയാണ്.
ആ രാഷ്ട്രപതി വിധവയാണ് എന്നതുകൊണ്ട്, ഇത് പറഞ്ഞിട്ടില്ല പക്ഷെ പറയാത്ത കാരണം അതാണ്, വിധവയാണ് എന്നതുകൊണ്ട് അവരെ പുറത്തു നിർത്തുകയും എവിടെ നിന്നോ കെട്ടി എഴുന്നള്ളിച്ച ഒരു വടി ചുമന്നുകൊണ്ട് കുറെ സന്യാസിമാരും പുറകെ നമ്മുടെ രാജ്യത്തലവന്മാരും വന്ന് 2023 അപഹാസ്യതയുടെ പരമാവധിയിൽ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കൊണ്ടുചെന്നെത്തിച്ചതിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഈ അപഹാസ്യതയുടെ മറ്റൊരു രൂപമാണ് 947 പലസ്തീൻ എന്ന രാജ്യത്തെ വിഭജിച്ച് ഇസ്രായേൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ വിമർശിച്ച് അതിനെതിരായ നിലപാടെടുത്തത് മുതൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രൂപപ്പെട്ട 48 മുതൽ 90 വരെ ഉടനീളം പലസ്തീന് വേണ്ടി ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര വേദികളിലും നിലക്കൊണ്ട ഒരു പാരമ്പര്യമായിരുന്നു ഇന്ത്യയുടെ. ചേരിചേരാ നയത്തിന്റെ ഭാഗമായിട്ട് നാം നിശബ്ദമായിട്ടിരിക്കുകയല്ല ചെയ്തത്, എന്നും പലസ്തീനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. കാരണം മൂന്നാം ലോക രാജ്യങ്ങളുടെ വിമോചന പോരാട്ടങ്ങളിൽ അതിപ്രധാനമായ ഒരു പങ്ക് ഇന്ത്യക്കുണ്ടായിരുന്നു. ആ പാരമ്പര്യം ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിരുന്നു. 90കളിലാണ് ഇതിലൊരു മാറ്റം വന്നു തുടങ്ങിയത്. 90കളിൽ ഗവൺമെന്റ് രൂപപ്പെട്ട സമയത്ത് പ്രത്യേകിച്ചും ഉദാരവൽക്കരണം രൂപപ്പെടുകയും സാമ്രാജ്യത്വത്തിന്റെ സാർവദേശീയ നയങ്ങളോട് ഇന്ത്യൻ ഭരണകൂടം ഒത്തുപോകാൻ തുടങ്ങുകയും ചെയ്യുന്നത് 990കളിലാണ് ലിബറലൈസേഷൻ ആരംഭിക്കുമ്പോൾ. ഈ 90കൾ മുതലാണ് പലസ്തീനോടൊപ്പവും ഇസ്രായേലിനെതിരെയും എന്ന നിലപാടും മാറ്റുകയും ഏതാണ്ട് സമതുലിത സിദ്ധാന്തം എന്ന് നമ്മുടെ NSS പറയുമല്ലോ എന്നതുപോലെ ഒരു സിദ്ധാന്തത്തിലേക്ക് ഇന്ത്യ പതുക്കെ തിരിഞ്ഞു. വോട്ടെടുപ്പുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങി. വോട്ടെടുപ്പുകളിൽ പലസ്തീനോടൊപ്പം നിന്നിരുന്ന അരനൂറ്റാണ്ടിന്റെ ചരിത്രത്തെ പതിയെ പതിയെ മറന്നിട്ട് ആ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചാവകാശം ഉണ്ട് എന്ന് കരുതുന്നവർ തന്നെ പലസ്തീനിന്റെ യാതനകളെ മൗനം കൊണ്ട് വകവെച്ച് തുടങ്ങാൻ തുടങ്ങി. 2020 ആകുമ്പോഴേക്കും ആ നിലപാടും മാറുകയും പലസ്തീനെതിരെ ഇസ്രായേലിനൊപ്പം വോട്ട് ചെയ്യുന്ന ഒന്നായിട്ട് ഇന്ത്യ എന്ന രാജ്യം മാറിത്തീരുകയും ചെയ്തു. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞുകൂടാ, ലോകത്ത് ഇസ്രായേലിൽ നിന്ന് ആയുധം വാങ്ങുന്ന രാജ്യങ്ങളുടെ 1ാമത്തെ സ്ഥാനം ഇന്ത്യക്കാണ്. ഇസ്രായേലിന്റെ ആദ്യത്തെ ആയുധ പങ്കാളി, 1ാമത്തെ ആയുധ കച്ചവട പങ്കാളി ഇന്ത്യയായി കഴിഞ്ഞു ഈ കാലത്തിനുള്ളിൽ. നമ്മുടെ നേതാക്കളുടെ ലാപ്ടോപ്പും ഫോണും ഒക്കെ ചോർത്താനായിട്ട് ഉപയോഗിച്ച സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് മൊസാദ് ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും വരും കേട്ടോ. ഏത് ഫോണിലാണ് വരിക എന്നറിയില്ല. ഏത് ഫോണും ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് ലാപ്ടോപ്പിലേക്കും. ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിലടയ്ക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലേക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കുത്തിക്കടത്തിയ വിവരങ്ങൾ വെച്ച് അദ്ദേഹത്തെ മാവോയിസ്റ്റായി പ്രഖ്യാപിച്ചിട്ടാണ് സ്റ്റാൻ സ്വാമിയെ ജയിലിലടച്ചത്. കയ്യിൽ പാർക്കിൻസൺസ് ഉള്ളതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുത്ത് കുടിക്കാൻ പറ്റുമായിരുന്നില്ല അദ്ദേഹത്തിന്, കൈവിറയ്ക്കുമായിരുന്നു. വെള്ളം കുടിക്കാനായിട്ട് ഒരു സ്ട്രോ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് 80 വയസ്സുള്ള സ്റ്റാൻ സ്വാമിക്ക് അത് നൽകാതിരുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ ഇന്നുള്ളത്. അദ്ദേഹം അങ്ങനെയാണ് ജയിലിൽ കിടന്ന് മരിച്ചത്. അതുകൊണ്ട് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വാസ്തവത്തിൽ നമ്മെ ചിലത് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതൊരകലമല്ല, ഇത് അടുത്തടുത്തേ വരുന്നു എന്നുകൂടി വാസ്തവത്തിൽ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പലസ്തീനോട് ഐക്യപ്പെടുക എന്ന് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ നമ്മൾ 20ാം നൂറ്റാണ്ടിലെ വലിയ ഒരു മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ, അടിസ്ഥാനപരമായ മാനവിക നീതിക്കെതിരെ, സ്വാതന്ത്ര്യം എന്ന അടിസ്ഥാന സങ്കല്പത്തിനെതിരെ, മതത്തിൻ്റെ പേരിലുണ്ടായ വലിയ വിഭാഗീയതകൾക്കെതിരെ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടിനെയാണ് പലസ്തീനോടൊപ്പം നിൽക്കുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഞാൻ അതിൻ്റെ മുഴുവൻ ചരിത്രമൊന്നും ഇവിടെ ഇപ്പോൾ പറയാൻ മുതിരുന്നില്ല. വളരെ ദീർഘമായ ചരിത്രവും യുദ്ധങ്ങളും പടയോട്ടങ്ങളും ഏറ്റുമുട്ടലുകളും കൂട്ടക്കൊലകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പലസ്തീനിൽ. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി മാത്രം സൂചിപ്പിക്കാം. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റോ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ പ്രതിനിധികളോ ഇസ്രായേലിൻ്റെ വക്താക്കളോ ഒക്കെ പറയുന്നത് പോലെ ഒരു യുദ്ധമല്ല ഇത്. ഒരു യുദ്ധമല്ല, അധിനിവേശം. ഹമാസ് ഇസ്രായേലിൻ്റെ മതിൽ പൊളിച്ച് ഒരു അന്തിമമായ കടന്നാക്രമണം എന്ന പോലെ ഒരു നീക്കം നടത്തുന്ന സമയത്ത് വലിയൊരു തിരിച്ചടി ഇതിനുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ ഒന്നുമല്ല അവരിത് ചെയ്യുന്നത്. കാരണം പലസ്തീനോട് കഴിഞ്ഞ 75 കൊല്ലക്കാലം ചെയ്തത് എന്തെന്ന് ആലോചിച്ചാൽ നിശ്ചയമായും മൊസാദും
അല്ലെങ്കിൽ IDF എന്നറിയുന്ന ഇസ്രായേലിലെ സ്വകാര്യ അവരുടെ പ്രതിരോധ സൈനിക സംവിധാനവും മാരകമായ കടന്നാക്രമണം തങ്ങൾക്കെതിരെ നടത്തുമെന്ന കാര്യത്തിൽ ഹമാസ് സംശയിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. താരിഖ് അലി അടുത്ത ദിവസങ്ങളിൽ ഫ്രണ്ട് ലൈനിൽ എഴുതിയ വിശദമായ പഠനത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്രായേൽ വലിയ കടന്നാക്രമണം നടത്തും, മാരകമായ ദുരന്തങ്ങൾ തങ്ങൾ നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹമാസ് ഇത് ചെയ്യുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് അതിനേക്കാൾ മാരകവും ദയനീയവുമായ ജീവിതത്തിലാണ് തങ്ങൾ കഴിയുന്നത് എന്നതുകൊണ്ട്. ഒരാളുടെ ജീവിതം മരണത്തേക്കാൾ വേദനാപൂർണമായി, മരണത്തേക്കാൾ യാതനാനിർഭരമായി തീരുന്നതോടെ മരണം അയാളെ സംബന്ധിച്ച് താരതമ്യേന ഒരു എളുപ്പ വഴിയായി തീരും. താരിഖ് അലി ആ പരമ്പരയിൽ പറയുന്നുണ്ട്, ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, പലസ്തീനിലെ മാതാപിതാക്കൾ ഇന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ കൈത്തണ്ടയിലോ കാൽത്തണ്ടയിലോ കാൽമുട്ടിലോ ഒക്കെ അവരുടെ പേര് മാഞ്ഞു പോകാത്ത വിധത്തിൽ എഴുതുന്നു. കാരണം കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ അടിഞ്ഞുകൂടുന്ന ജഡങ്ങളിൽ ആരാണ് തൻ്റെ കുഞ്ഞ് എന്ന് തിരിച്ചറിയാനുള്ള അവസാനത്തെ വഴിയായിട്ട് അത് മാറിത്തീർന്നിരിക്കുന്നു. ഇത് കണ്ടാണ് ലോകം നിശബ്ദമായി നിൽക്കുന്നത്. ഇത് കണ്ടാണ് 12,000-ത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇസ്രായേലിൽ താരതമ്യേന കൂടുതലായിരുന്നു. 1,500ഓളം പേരുണ്ടായിരുന്നു. പതിയെ ഏതാണ്ട് എല്ലാ ദിവസവും 100-ഓ 150-ഓ പലസ്തീനികൾ കൊല ചെയ്യപ്പെടുന്നു. ഇപ്പോൾ അത് 12,000-ത്തിനോ 15,000-ത്തിനോ അടുത്തെത്തിയിരിക്കുന്നു. അതിൽ 6,000-ഓ 7,000-ഓ ആളുകളെങ്കിലും കുഞ്ഞുങ്ങളാണ് എന്നും വരുന്നു. കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക എന്നത് ഇസ്രായേലിൻ്റെ സൈനിക തന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിരിക്കുന്നു. കാരണം കഴിയുന്നിടത്തോളം വരും തലമുറയെ ഇല്ലാതാക്കുക. കാരണം 75 കൊല്ലത്തെ പ്രതിഷേധത്തിൻ്റെ, രോഷത്തിൻ്റെ, അടങ്ങാത്ത ആത്മനിന്ദയുടെ പൊട്ടിത്തെറി കൂടിയാണ് ഇസ്രായേലിൻ്റെ സർവസജ്ജമായ സൈനിക സംവിധാനങ്ങളെയും രഹസ്യ ക്യാമറകളെയും ഇൻ്റലിജൻസ് സംവിധാനത്തെയും ഒക്കെ നിലം പരിശാക്കിക്കൊണ്ട് 2 മാസം മുമ്പ് അവരുടെ മതിൽ പൊളിച്ചകത്തേക്ക് ചെന്നത് എന്ന് ഇസ്രായേലിന് മനസ്സിലാകുന്നു. അമരാത്ത, മെരുങ്ങാത്ത പ്രതിരോധത്തിൻ്റെ ഒരു തലം വാസ്തവത്തിൽ എല്ലാ ഫാഷിസ്റ്റുകൾക്ക് മുമ്പിലും മനുഷ്യവംശം നിലനിർത്തിയിട്ടുണ്ട്. നമ്മുടെ കാലത്തൊരു പക്ഷേ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധിനിവേശത്തിൻ്റെയും വേട്ടയുടെയും രൂപം ഇസ്രായേൽ പലസ്തീനെതിരെ നടത്തുന്നതാണെങ്കിലും സമാനമായ വേട്ടകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും സാമ്രാജ്യ ശക്തികൾ നടത്തിയിട്ടുണ്ട്. വിയറ്റ്നാമിൽ 1 പതിറ്റാണ്ടിലധികം ഈ യുദ്ധം സാമ്രാജ്യത്വം നടത്തി. കൊറിയ കീഴടക്കാനുള്ള യുദ്ധം നടത്തി. ചൈനയെ കറുപ്പ് തീറ്റിക്കാനും ചൈനയെ കൈപ്പിടിയിൽ ഒതുക്കാനും യുദ്ധം നടത്തി. അങ്കോളയിൽ യുദ്ധം നടത്തി. അൾജീരിയയിൽ യുദ്ധം നടത്തി. നോക്കൂ, ഈ യുദ്ധങ്ങളിലൊക്കെ അന്തിമമായി സാമ്രാജ്യത്വം പരാജയപ്പെട്ടു. ചൈനയെ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വിയറ്റ്നാമിനെ പോലെ ഒരു ചെറിയ രാജ്യം, കർഷകർ മാത്രമുള്ള 5 അടിയിലധികം പൊക്കമില്ലാത്ത മനുഷ്യരുടെ ഈ ചെറിയ രാജ്യം ലോക സാമ്രാജ്യാധികാരത്തെ 1 പതിറ്റാണ്ടിലധികം കാലം ഗുഹകളിലും പൊന്തകളിലും കാത്തിരുന്ന് പ്രതിരോധിച്ച് ഇല്ലാതാക്കി. അതുകൊണ്ട് സഹനത്തിൻ്റെ എത്ര വലിയ യാതനയുടെ നടുവിലും ഉണർന്നു നിൽക്കാൻ കഴിയുന്ന ഒരു ആത്മവീര്യം മനുഷ്യവംശം ബാക്കി നിർത്തിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിയറ്റ്നാമിലെയും അൾജീരിയയിലെയും ചൈനയിലെയും അല്ലെങ്കിൽ അങ്കോളയിലെയും ഒക്കെ സമരങ്ങൾ, പ്രതിരോധങ്ങൾ, അതിൻ്റെ വിജയങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിശ്ചയമായും അതേ വഴിയിൽ കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായി ഒരുപക്ഷെ മനുഷ്യരാശിയുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുദീർഘമായ ചെറുത്തുനിൽപ്പ് നടക്കുന്നത് പലസ്തീനിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ പലസ്തീൻ്റെ പ്രത്യേകിച്ചും ഗാസയെ കേന്ദ്രീകരിച്ച് ഹമാസിൻ്റെ ശ്രമങ്ങൾ, അവർ മുമ്പോട്ട് വയ്ക്കുന്ന വീക്ഷണങ്ങൾ, അത് ഒരാധുനിക സമൂഹത്തിന് എല്ലാ നിലയ്ക്കും സ്വീകാര്യമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ആ സംശയങ്ങൾക്കൊക്കെ ചിലപ്പോൾ ന്യായങ്ങളുണ്ടാവും. പക്ഷെ ആ സംശയങ്ങളെക്കാളൊക്കെ വലുത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3/4 നൂറ്റാണ്ട് കാലത്തെ അധിനിവേശത്തിൻ്റെ കഥ എന്തായിരുന്നു എന്ന് ഓർമ്മിക്കലാണ്. അങ്ങനെ ഓർമ്മിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗാന്ധി ഉയർത്തിയ ഒരു വീക്ഷണം, അതുപോലെ തന്നെ ലോകമെമ്പാടും 1947 UN പ്രമേയത്തിന് ശേഷമുണ്ടായ പുതിയ ബോധ്യങ്ങൾ,
ആ UN പ്രമേയത്തെ അതിൽ പ്രധാന കക്ഷിയായ പലസ്തീൻ അംഗീകരിക്കാതിരിക്കെ ആ പ്രമേയത്തിൻ്റെ മറപറ്റി ഒരു രാജ്യത്തെ വെട്ടിപ്പിളർന്ന് വേറൊരു രാജ്യം ഉണ്ടാക്കുന്ന സമീപനത്തിൽ അടങ്ങിയിട്ടുള്ള മര്യാദാ ലംഘനങ്ങൾ, ഇതൊക്കെ പലസ്തീൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദീർഘമായ ചരിത്ര വസ്തുതകളാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് പരിമിതമായ നിലയിലെങ്കിലും അരാഫത്തും അതുപോലെ തന്നെ 1988 ഓസ്ലോ ഉടമ്പടി പ്രകാരം നടത്തിയ ശ്രമങ്ങൾ, റബീനും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ, അത് പലസ്തീൻ്റെ ചരിത്രത്തിൽ റബീൻ്റെ കൊലപാതകത്തിലാണ് അവസാനിച്ചത് എന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ഒരു വംശീയ ബോധത്തിൻ്റെ അടിത്തറയിലല്ലാതെ നിലനിൽക്കാൻ കഴിയാത്ത നിലയിലേക്ക് പലസ്തീൻ ഇസ്രായേൽ എന്ന രാഷ്ട്രം മാറിത്തീരുന്നതിൻ്റെ ചിത്രം കൂടിയായിരുന്നു അവിടുത്തെ സമാധാനവാദിയായ താരതമ്യേന പരിമിതമായ ഒത്തുതീർപ്പുകൾക്ക് വേണ്ടി ശ്രമിച്ച ആ ഒത്തുതീർപ്പ് ശ്രമങ്ങളോടും ലോകത്തെ ഏറ്റവും വലിയ പലസ്തീൻ ബുദ്ധിജീവികളിൽ ഒരാളായിരുന്ന എഡ്വേർഡ് സെയ്ദിനെ പോലുള്ളവർ വിയോജിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം ആ ഓസ്ലോ ഉടമ്പടിയോട് അക്കാലത്ത് തന്നെ വിയോജിക്കുകയും ഇത് പലസ്തീൻ്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ ഒട്ടുമേ പര്യാപ്തമല്ല എന്ന അക്കാലത്ത് തന്നെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും അത്തരം ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ച ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ ഇസ്രായേലിലെ വംശീയവാദം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. കാരണം അടിസ്ഥാനപരമായി പലസ്തീനെ തുടച്ചു നീക്കുക. ഇന്നത്തെ ഈ അധിനിവേശത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ അത് ഗാസയിൽ നിന്ന്, വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് ഒഴിഞ്ഞു പോകാനാണ് ആവശ്യപ്പെട്ടത്. തെക്കൻ ഗാസയിലേക്ക് ഒഴിഞ്ഞു പോകുന്നവരുടെ പിന്നാലെ ചെന്ന് ഇന്ന് ഇസ്രായേൽ കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. തെക്കൻ ഗാസ ഏതാണ്ട് റാഫ അതിർത്തിയിലേക്ക്, ഈജിപ്തിലേക്ക് തുറക്കുന്ന ഒരേയൊരു ഇടനാഴിയാണ് റഫയിലേത്. അവിടെ ആളുകളെ എത്തിക്കുന്നു. പതിയെ പതിയെ അതിലൂടെ പലസ്തീൻ ജനതയെ, ഗാസയിലെ ജനതയെ ഈജിപ്തിലെ അഭയാർത്ഥികളാക്കി തീർക്കാൻ കഴിയും എന്നവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ആശുപത്രികൾ ബോംബ് ചെയ്യുന്നു, അന്താരാഷ്ട്ര മര്യാദകളുടെ സമ്പൂർണമായ ലംഘനം കാണുന്നു. ICUയിൽ കറണ്ട് വിച്ഛേദിക്കുന്നു. ICUയിൽ നവജാത ശിശുക്കൾ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്നു. മരിച്ച കുഞ്ഞുങ്ങളുടെ ജഡം സംസ്കരിക്കാനാകാതെ തെരുവോരങ്ങളിൽ കുമിഞ്ഞുകൂടുന്നു. ഒരുപക്ഷെ 1940-കളിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വലിയ കുഴിയെടുത്ത് ജൂതന്മാരുടെ മൃതദേഹങ്ങൾ അട്ടിയായി കുന്നുകൂട്ടിയിട്ട് കുഴിച്ചു മൂടിയതുപോലെ സമാനമായ രൂപത്തിൽ ഗാസയിലെ വലിയ മണൽക്കുഴികളിൽ കുഞ്ഞുങ്ങളുടെ ജഡങ്ങൾ അട്ടിയായി അടക്കം ചെയ്യുന്നു, ആരെന്ന് തിരിച്ചറിയപ്പെടുക പോലും ചെയ്യാതെ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ മാഞ്ഞു പോകാത്ത മട്ടിൽ പേരെഴുതിയിട്ട് അതെന്തിനെന്ന് ചോദിച്ച പത്ര റിപ്പോർട്ടറോട് ഒരച്ഛൻ പറയുന്നത് അവന് മാന്യമായ ഒരു സംസ്കാരം കിട്ടണം എന്നാണ്. തിരിച്ചറിയപ്പെടാത്ത ഒരനാഥജടമായി തൻ്റെ കുഞ്ഞ് മാറിത്തീരരുത് എന്നു മാത്രം ആഗ്രഹിക്കാൻ കഴിയുന്ന മാതാപിതാക്കളാണ് പലസ്തീനിലേത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ആ ഓർമ്മ കൊണ്ടുകൂടി വേണം വാസ്തവത്തിൽ ഹമാസും ഇസ്രായേലും ഒന്നാണോ എന്ന ചോദ്യം ചോദിക്കാൻ. ഞാൻ ഹമാസിന് വേണ്ടി വാദിക്കുന്ന ഒരാളല്ല. ഹമാസിന് വേണ്ടി എന്നല്ല, മതത്തെ മുൻനിർത്തുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തോടോ രാഷ്ട്രീയ സംഘാടനത്തോടോ ഒരു നിലയിലും യോജിക്കേണ്ടതില്ല എന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷേ ആ വാദഗതികളൊക്കെ നമുക്കിവിടെ ഒന്നാമതായി വയ്ക്കാൻ കഴിയില്ല. ആ വാദഗതികൾ നിങ്ങൾക്ക് രണ്ടാമതായി പോലും വയ്ക്കാൻ കഴിയില്ല, 10ാമതായി പോലും വയ്ക്കാൻ കഴിയില്ല. കാരണം അത്രമേൽ വലിയ കടന്നാക്രമണങ്ങളുടെ, അധിനിവേശത്തിൻ്റെ, കൂട്ടക്കൊലയുടെ ചരിത്രമുള്ള ഒരു ജനതയുടെ മുമ്പിൽ അവസാനത്തെ ഹമാസിൻ്റെ കടന്നുകയറ്റമാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് ചരിത്രത്തോട് അത്രമേൽ നിങ്ങൾ അന്ധത വച്ച് പുലർത്തിയാൽ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ പറയുന്ന, ഞാൻ അതുകൊണ്ടാണ് ഈ കവിത ആദ്യം വായിച്ചത്, നമ്മുടെ എത്രയെത്ര മുറിവുകളാണ് അവർ തുന്നി ഉണക്കിയത്, അവരുടെ എത്രയെത്ര മുറിവുകളാണ് നമ്മൾ മൂലം തുറന്നേയിരിക്കുന്നത് എന്നത് മനുഷ്യവംശത്തോടുള്ളൊരു ചോദ്യമാണ്. ഈ കാലത്ത് ജീവിക്കുന്ന ഓരോ ഭരണാധികാരിയോടും ഓരോ മനുഷ്യനോടും ഒരുപക്ഷെ ഗാസ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതുകൂടിയാണ്. ആ കവിതയിൽ ആ വരിയിലുണ്ട്, ഹൗ മെനി ഓഫ് ദം ലെഫ്റ്റ് ഓപ്പൺ ബിക്കോസ് ഓഫ് അസ്. നമ്മളാൽ ഇതെത്ര തുറന്നിരിക്കുന്നു എന്ന ചോദ്യം ചോദിക്കാൻ. അതുകൊണ്ട് നമ്മുടെ കാലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു
സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും വളർച്ചയുടെ കാലം എന്നതിന് പകരം അതിൻ്റെ വിപരീത ദശയിലുള്ള ഒരു സഞ്ചാരത്തിൻ്റെ കാലമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകമെമ്പാടും ദേശീയ വിമോചന പോരാട്ടങ്ങൾ ഉയർന്നു വരികയും സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് ചെറുതും വലുതുമായ ദേശരാഷ്ട്രങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ വിമോചിതമാവുകയും ചെയ്ത ഘട്ടത്തിൽ അന്നത്തെ വലിയ ചിന്തകരൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം, ഈ ദേശീയതയുടെ അതിർത്തിയെല്ലാം പൊട്ടി പതിയെ പതിയെ മനുഷ്യവംശ സാഹോദര്യം എന്ന വലിയൊരാശയം ലോകത്ത് മേൽക്കൈ നേടുമെന്നാണ്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പണിപ്പെട്ട ആളുകളിൽ ഒരാൾ ബർട്രാൻഡ് റസ്സലായിരുന്നു. ബർട്രാൻഡ് റസ്സൽ അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ്, അന്നത്തെ ഏറ്റവും വലിയ ദേശദ്രോഹികളിൽ ഒരാളാണ് കേട്ടോ. അതൊക്കെ ഓർക്കണം. കാരണം 1916-19 കാലത്ത്, ഒന്നാം ലോക യുദ്ധകാലത്ത് ബ്രിട്ടൻ ആ യുദ്ധത്തിൽ സജീവ പങ്കാളിയായിരിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ യുദ്ധശ്രമങ്ങൾക്കെതിരെ നിലപാടെടുത്ത് വീട്ടുതടങ്കലിലും ജയിലിലും അടയ്ക്കപ്പെട്ട ഒരാളായിരുന്നു ബർട്രാൻഡ് റസ്സൽ. അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അദ്ദേഹത്തിന് പിന്നീട് നോബൽ സമ്മാനം കിട്ടുകയുണ്ടായി. അത് സാഹിത്യം എഴുതിയിട്ടല്ല, സാഹിത്യം എഴുതാതെ സാഹിത്യത്തിൽ നോബൽ സമ്മാനം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ മഹിമ കൊണ്ടാണ്. അങ്ങനെ ഒരാളായിരുന്നു റസ്സൽ. ആ റസ്സലാണ് വേൾഡ് ഗവൺമെൻറ് എന്ന ആശയം കൊണ്ടുവന്നത്. ഏതാണ്ട് സമാനമായ കാലത്ത് ഇന്ത്യയിൽ നിന്നൊരാൾ ഇതിനു വേണ്ടി വാദിക്കുന്നുണ്ടായിരുന്നു. അയാൾ ടാഗോറാണ്. ടാഗോർ അദ്ദേഹത്തിൻ്റെ സർവകലാശാല വരുന്നത് 1921 ഡിസംബർ 23-നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു ചെറിയ വിദ്യാലയം ഉണ്ടായിരുന്നു, ബ്രഹ്മചര്യ ആശ്രമം. അതാണ് പിന്നീട് ശാന്തിനികേതനായി തീർന്നത്. ഈ ശാന്തിനികേതനത്തിൽ നിന്ന് വിശ്വഭാരതിയിലേക്ക് എത്തുമ്പോൾ ആ പേരൊക്കെ ഓർക്കണം കേട്ടോ, വിശ്വഭാരതി എന്നാണ്. ഹിയർ ദ വേൾഡ് കംസ് ടു യുവർ ഹോം. വീടും ലോകവും തമ്മിലുള്ള ഒരു വലിയ സംയോജനത്തിൻ്റെ സ്ഥാനമാണ് ഇത് എന്ന് അദ്ദേഹം കരുതിയിരുന്നു. വിശ്വഭാരതി എന്ന് അദ്ദേഹം തൻ്റെ സർവകലാശാലയ്ക്ക് പേരിടുകയും ലോകത്തെ മുഴുവൻ ആശയങ്ങളും ചിന്തകളും മതദർശനങ്ങളും കൂടി ഇണങ്ങി നിൽക്കുന്ന ഒരിടമായി ഇത് മാറിത്തീരണമെന്നും ലോകം അങ്ങനെ മാറിത്തീരണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം. ഇത്തരം ശ്രമങ്ങൾക്കൊക്കെ അന്ന് വലിയ പിന്തുണയുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ 1970-കൾ മുതൽ അത്തരത്തിലുള്ള സാർവദേശീയതയുടെ അംശങ്ങൾ ദുർബലപ്പെടാൻ തുടങ്ങുകയും ദേശീയത എന്ന വളരെ ക്ഷുദ്രമായ ഒരു ഭാവന ശക്തിപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. ദേശീയത അതിൽ തന്നെ ഒരു ക്ഷുദ്രതയാണെന്ന് ഞാൻ പറയല്ല. മൂന്നാം ലോക രാജ്യങ്ങളെ വിമോചനത്തിലേക്ക് കൊണ്ടുപോയത് ദേശീയതയാണ്. പക്ഷെ ദേശീയതാ സങ്കല്പത്തെ നിങ്ങൾ മനുഷ്യവംശ സാഹോദര്യം എന്ന സങ്കല്പത്തിൽ നിന്ന് എപ്പോഴാണോ വേർപിരിക്കുന്നത്, അപ്പം മുതൽ അത് ഒരു വിദ്രോഹ ശക്തിയായി തീരും. അങ്ങനെ വിദ്രോഹ ശക്തിയായി തീരുന്ന, അതിൻ്റെ പരമാവധിയിൽ എത്തിച്ചേർന്ന ഒരു രാജ്യത്തെയാണ് നമ്മൾ ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ മതത്തിൽപ്പെടാത്ത, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാത്ത ആരെയും കൊന്നൊടുക്കുന്നത് ന്യായമാണ് എന്ന് കരുതാൻ മടിയില്ലാത്ത ഒന്നായിട്ട് ആ രാജ്യം മാറി തീർന്നിരിക്കുന്നു. ഇസ്രായേൽ സമീപകാലത്ത് നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയുണ്ടായി. അത് ഇസ്രായേലിലെ സുപ്രീം കോടതിയെ തൻ്റെ നിയന്ത്രണത്തിലാക്കുന്നതിന് വേണ്ടി നെതന്യാഹു നടത്തിയ ശ്രമങ്ങൾക്കെതിരെയായിരുന്നു അവിടുത്തെ വലിയ പ്രതിഷേധം നടന്നത്. പക്ഷേ അതിനേക്കാൾ 10,000 മടങ്ങ് മാരകമായ മനുഷ്യവിരുദ്ധത ഇസ്രായേൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കെ, പക്ഷെ അത് ഇസ്രായേലിനെ അലോസരപ്പെടുത്തുന്നില്ല. ഇതിന് സമാനമായിട്ട് നമുക്ക് ഇന്ത്യയുടെ പഴയൊരു ചരിത്രം കാണാം. ജനാധിപത്യത്തിൻ്റെ 400 വർഷത്തെ ചരിത്രം ഉണ്ടായിരുന്ന ബ്രിട്ടൻ, പൗരാവകാശത്തെക്കുറിച്ച് എത്രയെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയ ബ്രിട്ടൻ, രാജാവിനെ പുറത്താക്കി പാർലമെന്റിന്റെ സർവാധികാരം സ്ഥാപിച്ച ബ്രിട്ടൻ, ആ ബ്രിട്ടൻ തന്നെയാണ് നാട്ടുരാജാക്കന്മാരെയും ഭൂപ്രഭുക്കളെയും രാജാക്കന്മാരെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തങ്ങൾക്ക് ചുങ്കം പിരിക്കാനുള്ള ഇടനിലപ്പണി അവരെ ഏൽപ്പിച്ചുകൊണ്ട് മധ്യകാല മതാത്മകതയുടെയും ആചാരഭ്രാന്തിൻ്റെയും ജാതീയതയുടെയും മതവിദ്വേഷത്തിൻ്റെയും കോട്ടകളായി ഈ രാജ്യത്തെ നിലനിർത്താൻ അനുവദിച്ചത്. അതുകൊണ്ട് സാമ്രാജ്യത്വം എപ്പോഴൊക്കെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നോ അപ്പോഴൊക്കെ അത് തങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന ഒരു ആഭ്യന്തര യുക്തിയായിട്ടാണ് നിലനിർത്തിയിട്ടുള്ളത്. അത് മറ്റു മനുഷ്യർക്ക് അവകാശപ്പെട്ട ഒന്നാണ് എന്ന് പൊതുവിൽ യൂറോപ്പ് കരുതിയിട്ടില്ല. ആ കരുതലില്ലായ്മ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ടാണ് ഗാന്ധി ബ്രിട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് പാശ്ചാത്യ നാഗരികതയെക്കുറിച്ച് ഗാന്ധിയുടെ നിശിതമായൊരു വിമർശനമുണ്ട്. ഗാന്ധിയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വെസ്റ്റേൺ സിവിലൈസേഷൻ? അപ്പൊ ഗാന്ധി പറഞ്ഞു, ദാറ്റ് മേ ബി എ ഗുഡ് ഐഡിയ എന്ന്. അങ്ങനെ ഒന്നുണ്ട് എന്ന് ഗാന്ധി കരുതിയിട്ടില്ല. കാരണം തങ്ങളൊരു തത്വം പറഞ്ഞാൽ ആ തത്വം ലോകത്തിന് മുഴുവൻ ബാധകമാണെന്ന് കരുതണം. ജനാധിപത്യം
എന്നൊരു തത്വം നിങ്ങൾ പാർലമെന്റിൽ പറയുന്നെങ്കിൽ അവസാനത്തെ ആളെ കൂടി കാണാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ആ പറച്ചിൽ നിരർത്ഥകമാണ്. ആ നിരർത്ഥകതയുടെ പരമാവധി നിങ്ങൾക്ക് ഇന്ന് ഇസ്രായേലിൽ കാണാം. വേട്ടയാടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ജനത, നിശ്ചയമായിട്ട് യഹൂദന്മാർ വേട്ടയാടപ്പെട്ടു. ആ വേട്ടയാടപ്പെടലിന്റെ വിപരീതം 2000 കൊല്ലം കൊണ്ട് ലോകം യഹൂദന്മാരോട് എന്താണോ ചെയ്തത് അതിന്റെ പല മടങ്ങ് ഹിംസ 50 കൊല്ലം കൊണ്ട് മറ്റു മനുഷ്യർക്കെതിരെ നടത്തി കാണിക്കാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു രാജ്യമായിട്ട് ഇന്ന് ഇസ്രായേൽ മാറിയിരിക്കും. ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, ഇത് പല സ്ഥലങ്ങളിൽ പല കാലങ്ങളിൽ ഇപ്പോൾ ഓരോ ഘട്ടങ്ങളിലായി. ഞാൻ അതിന്റെ മുഴുവൻ ചരിത്രം പറയാൻ മുതിരുന്നില്ല. ജോർദാന്റെ പടിഞ്ഞാറക്കര പിടിച്ചെടുക്കുന്നത്, സിനായ് കുന്നുകൾ പിടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ്റെ ഓരോ പ്രദേശങ്ങളിലേക്ക്, പലസ്തീന് ഭരണാധികാരമുള്ള പ്രദേശങ്ങളിലേക്ക് തന്നെ ജൂയിഷ് സെറ്റിൽമെന്റുകൾ പടിപടിയായി സ്ഥാപിച്ച് അവിടെ മുഴുവൻ തങ്ങളുടെ പതിയെ പതിയുള്ള അധിനിവേശത്തിന്റെ മേഖലകളാക്കി തീർത്ത്. ഇതൊന്നും ലോകത്തിന് അത്ര പരിചയമുള്ള കാര്യമല്ല. ലോകം കരുതുന്നത് ഹമാസ് ഭീകര പ്രസ്ഥാനമാണ്, അവർ ഇസ്രായേലികളെ ആക്രമിക്കുന്നു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ വർഷവും പലസ്തീനികൾക്കിടയിലേക്ക് കുടിയേറ്റക്കാരെ പോലെ, നുഴഞ്ഞുകയറ്റക്കാരെ പോലെ ഇസ്രായേലിൽ നിന്ന് ആളുകളെ കടത്തിക്കൊണ്ടുവന്ന് അവർക്ക് താമസ സൗകര്യങ്ങൾ ഒതുക്കി പതുക്കെ പതുക്കെ പലസ്തീൻ മേഖലകളിലെ ഭൂരിപക്ഷ ജനതയായിട്ട് ഇസ്രായേലികളെ മാറ്റുക. നോക്കൂ, നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുവട്ടത്ത് ഏതോ ഇടങ്ങളിൽ വന്നു ചേരുന്ന മനുഷ്യർ പാർക്കാൻ തുടങ്ങുകയും പതിയെ പതിയെ നമ്മൾ പുറത്തായി പോവുകയും ചെയ്യുന്നു. പണ്ട് കടമ്മനിട്ട കവിതയിൽ എഴുതുന്നുണ്ട്, വിരുന്നു വന്നവർ വീട്ടിനധിപർ. അങ്ങനെ വിരുന്നു വന്നവര്, വിരുന്നു വന്നു എന്നൊന്നും പറഞ്ഞുകൂടാ, അത് കടന്നു കയറിയവരാണ്. ഇങ്ങനെ പതിയെ പതിയെ കടന്നു കയറി ജൂയിഷ് സെറ്റിൽമെന്റുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് സ്ഥാപിച്ച് പലസ്തീൻ മേഖലകളെ മുഴുവൻ ജൂത പ്രാമാണ്യത്തിലേക്കും ജൂത മേധാവിത്വത്തിലേക്കും കൊണ്ടുപോയിക്കൊണ്ടാണ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം കൊണ്ട് പലസ്തീൻ്റെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളും, ഒരു രാജ്യത്തിൻ്റെ ഏതാണ്ട് 70% പ്രദേശങ്ങൾ കയ്യേറി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വാസ്തവത്തിൽ എന്താണ് പലസ്തീൻ നമുക്ക് കാണുക. അല്ലാതെ ഇന്ന് കാണുന്ന ഗാസയും വെസ്റ്റ് ബാങ്കും അല്ല പലസ്തീൻ. ഇന്ന് കാണുന്ന ഇസ്രായേലും ഇന്ന് കാണുന്ന പലസ്തീനും അതിനപ്പുറമുള്ള ഭൂപ്രദേശങ്ങളും ചേർന്ന് എത്രയോ വലിയ സംസ്കാരത്തിൻ്റെ അതുല്യമായ ഒരു കേന്ദ്രമായിരുന്നു. ആ കേന്ദ്രമാണ് വാസ്തവത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ മൂലധന താല്പര്യങ്ങളും എണ്ണ നിക്ഷേപത്തിലുള്ള തങ്ങളുടെ മേധാവിത്വവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ സാമ്രാജ്യത്വം നടത്തിയ കുത്തിത്തിരിപ്പുകളുടെ ഇരയായി തീർന്നത്. മധ്യേഷ്യയിലെ സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 970-കൾ മുതൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം മധ്യേഷ്യയെ അവസാനിക്കാത്ത കലഹത്തിൻ്റെ മേഖലയാക്കി നിൽക്കുന്നതിൻ്റെ കേന്ദ്രം പലസ്തീനാണ്. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ നിങ്ങൾക്ക് മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അത് പരിഹരിക്കപ്പെടരുത് എന്ന കാര്യത്തിൽ മറ്റാരെക്കാളും ഉറപ്പുള്ള ഒന്ന് അമേരിക്കൻ സാമ്രാജ്യത്താണ്. കാരണം അവിടെയുള്ള സംഘർഷമാണ് ഇസ്രായേലിനെ തങ്ങളുടെ ഒരു ആശ്രിത രാജ്യമാക്കി നിർത്താനും അതുവഴി ആ മേഖലയിലെ സൈനികാധിപത്യം തങ്ങളുടെ കീഴ്പ്പിടിയിൽ ഒതുക്കി നിർത്താനും അതുവഴി എണ്ണയുടെ വിലയടക്കമുള്ള കാര്യത്തിൽ നിയന്ത്രണാധികാരം കൈയാളാനും കഴിയുക എന്ന വാണിജ്യപരമായ മൂലധനപരമായ താല്പര്യമാണ് സൈനിക തന്ത്രങ്ങളായി തീർന്നത്. ലോകത്ത് അസമാധാനത്തിൻ്റെ യുദ്ധത്തിൻ്റെ കൊടിയ ഭീതി കഴിഞ്ഞ അരനൂറ്റാണ്ടായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, അഫ്ഗാനിസ്ഥാനിൽ എന്തായിരുന്നു സംഭവിച്ചത്? അഫ്ഗാനിസ്ഥാനിൽ നജീബുള്ളയുടെ നേതൃത്വത്തിൽ നിലനിന്ന ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിനോട് നിങ്ങൾക്ക് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആയിരുന്നു. നേരിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൂടെങ്കിലും നജീബുള്ള കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള ആളായിരുന്നു. അവിടെ നിലനിന്നിരുന്ന മുൻകാല ജീവിതക്രമങ്ങളെ വലിയ തോതിൽ നവീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സാമൂഹ്യ ജീവിതത്തിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വലിയ സർവകലാശാലകളും പാശ്ചാത്യമായ വിദ്യാഭ്യാസത്തിൻ്റെ ആശയാവലികളും ഒക്കെ പ്രചരിച്ചിരുന്ന ഒന്നായിരുന്നു 70-കളിലെയും 80-കളിലെയും അഫ്ഗാനിസ്ഥാൻ. നിങ്ങൾ അക്കാലത്ത് അഫ്ഗാന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അഫ്ഗാനിലെ യൂറോപ്പിലെ ഏത് പരിഷ്കൃത രാജ്യത്തിലെ മനുഷ്യരെ പോലെയും ജീവിക്കുന്ന മനുഷ്യരെ ഇവരെ തകർക്കുന്നതിന് വേണ്ടി ഈ നജീബുള്ള ഗവൺമെന്റ് സോവിയറ്റ് യൂണിയനോട് ചേർന്നാണ് നിലനിന്നിരുന്നത്. ഈ നജീബുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അവിടെ ആ ഗവൺമെന്റിനെതിരായ ആഭ്യന്തര കലാപം സാമ്രാജ്യത്വത്തിന് വേണ്ടി ആസൂത്രണം ചെയ്ത ആളുടെ പേരാണ് കേട്ടോ ഒസാമ ബിൻ ലാദൻ എന്ന്.
CIA ആയിരുന്നു ബിൻ ലാദനെ രൂപപ്പെടുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ശക്തി. നജീബുള്ള കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ ഒരു മരക്കൊമ്പിൽ കെട്ടിത്തൂക്കി. അങ്ങനെ കെട്ടിത്തൂക്കി അദ്ദേഹത്തിൻ്റെ സഹോദരനെ വധിച്ചു. അതിനെല്ലാം ശേഷം അഫ്ഗാനിസ്ഥാനിൽ അധികാരമേറ്റ ഗവൺമെൻറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മതാധികാരത്തിൻ്റെ വെറും പീഡയിലേക്കും മധ്യകാല ഭ്രാന്തിലേക്കും പോയി. താലിബാൻ അധികാരം ഏറ്റെടുത്തു. ബാമിയാൻ ബുദ്ധനെ പോലെ നാഗരികത ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു പ്രതിമ അവിടെ വെടിവെച്ച് തകർക്കപ്പെട്ടു. ഇന്നിപ്പോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അടക്കം നിഷേധിച്ചിരിക്കുന്നു. പെൺകുഞ്ഞുങ്ങൾ പഠിച്ചുകൂടാ എന്ന് തീർപ്പാക്കുന്ന ഒരു ഭരണ സംവിധാനം ഒരു രാജ്യത്തുണ്ട്. ഇതിനെ മുഴുവൻ പോറ്റി വളർത്തിയത് സാമ്രാജ്യ ശക്തികളായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴും മറക്കരുത്. താലിബാനെ വിമർശിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഇതെങ്ങനെ രൂപപ്പെട്ടു, ഈ മതഭ്രാന്ത് എങ്ങനെ രൂപപ്പെട്ടു എന്നത്, അതുപോലെ ഇസ്രായേലിനെ വിമർശിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സാമ്രാജ്യത്വത്തിൻ്റെ കുത്തിത്തിരിപ്പുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അരനൂറ്റാണ്ട് കാലം എങ്കിലും മാത്രമാണ് ഇതിപ്പോൾ പുറപ്പെട്ട ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സാമൂഹ്യ വിചാരങ്ങളുടെ മൗലികമായ ഒരു പരാധീനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും അവസാനം ഉണ്ടാവുന്ന കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായി തീരുകയും അടുത്ത കാര്യം വരുമ്പോൾ ഇത് മറന്നുപോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അവസാനത്ത് ഉത്കണ്ഠ തട്ടിക്കൊണ്ടുപോയ കുഞ്ഞായിരുന്നു. നോക്കൂ, ഞാൻ അതിനെതിരെ പറയുകയല്ല കേട്ടോ, പക്ഷേ ഒരു വർഷം 150-200 കുഞ്ഞുങ്ങൾ തട്ടിക്കൊണ്ടു പോകപ്പെടുന്നുണ്ട്. അടുത്ത ഇഷ്യൂ വരുമ്പോൾ നമ്മളിത് മറക്കുകയും മറ്റൊന്നിലേക്ക് പോവുകയും ചെയ്യും. ഇന്ത്യയിലെ ഫാഷിസത്തിൻ്റെ വേര് അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ഒരാൾ അധികാരത്തിൽ വന്നത് വഴി ഉണ്ടായതൊന്നുമല്ല. കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് കാലം കൊണ്ട് ഇന്ത്യയിൽ രൂപപ്പെട്ട ദേശീയതാ സങ്കല്പത്തിൻ്റെ കൂടി ഫലമാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഫാഷിസം എന്നത്, അല്ലാതെ പൊടുന്നനുണ്ടായതല്ല. ആ ഫാഷിസത്തോട് അതിനകത്ത് നിന്ന് ഇടയാൻ ശ്രമിച്ച ചുരുക്കം പേരേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതൊന്നുമല്ല. പുറമേക്ക് മതനിരപേക്ഷത ഏറ്റവും കൂടുതൽ പറഞ്ഞത് നെഹ്റു ആയിരുന്നു, ഗാന്ധിയല്ല. പക്ഷേ മതനിരപേക്ഷത എന്നതിനെ സർവമത സാഹോദര്യം എന്നതിലേക്ക് എത്തിക്കുകയും മതത്തെ മുൻനിർത്തുന്ന മനുഷ്യരുടെ വികാരബോധത്തെ സ്നേഹാശ്ലേഷം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുകയും ചെയ്ത് മതാധികാരത്തിനെതിരെ ഇന്ത്യൻ ജീവിതത്തിൻ്റെ കീഴ്പ്പടവിൽ ഏറ്റവും വലിയ ബലമുളവാക്കിയ ഒരാളായിരുന്നു ഗാന്ധി. ആ വിദ്വേഷമാണ് ഗാന്ധി വധത്തിൽ എത്തിച്ചേർന്നത്. ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം, എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്തിനാണ് ഇത്തരത്തിലുള്ള സാർവദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രമേയങ്ങളെ ചർച്ചയ്ക്കെടുക്കുന്നത് എന്ന് ചിലർക്കെങ്കിലുമൊക്കെ തോന്നാവുന്നതാണ്. അത് മതപരമായൊരു താല്പര്യമല്ലേ എന്നും തോന്നാവുന്നതാണ്. ആ തോന്നലുകൾക്കെല്ലാം അപ്പുറം വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ലോകമെമ്പാടും നടക്കുന്ന ഇമാതിരിയുള്ള അനീതികളോട് വിയോജിക്കാനും മനുഷ്യാന്തസ് എന്ന് പറയുന്ന ഒന്നിനു വേണ്ടി നിലക്കൊള്ളാനുമുള്ള നമ്മുടെ സന്നദ്ധതയാണ് എന്ന് ഞാൻ കരുതുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂല്യവും അതാണ്. ടാഗോർ സർവകലാശാല ഉണ്ടാക്കിയപ്പോൾ ആ സർവകലാശാലയുടെ ലക്ഷ്യവാചകമായിട്ട് സ്വീകരിച്ചത് ഒരു സവിശേഷമായ വാക്യമാണ്. യജുർവേദത്തിൽ നിന്നൊരു മന്ത്രഭാഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്. എത്ര വിശ്വം ഭവത്യേകനീടം, ഈ ലോകം ഒരു കിളിക്കൂടാവട്ടെ എന്നായിരുന്നു ആ വാക്യത്തിൻ്റെ അർത്ഥം. ഇന്നത് വളരെ പ്രസക്തമാണ് കേട്ടോ. കാരണം ലോകം വൈരാഗ്യം കൊണ്ടും പക കൊണ്ടും വിദ്വേഷം കൊണ്ടും വെട്ടിമുറിക്കപ്പെടുകയും, ലോകം മാത്രമൊന്നുമല്ല നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നോക്കൂ. ഒരു ക്ലാസ്സിലെ കുഞ്ഞ് മുസ്ലിമാണ് എന്നതുകൊണ്ട് ആ ക്ലാസ്സിലെ മറ്റു കുഞ്ഞുങ്ങളെ കൊണ്ട് ആ മുസ്ലിമായ ബാലനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അധ്യാപികമാർ ഉള്ള ഒരു രാജ്യമായി ഇത് തീർന്നു. നോക്കൂ, ഒരു അധ്യാപനം എന്നത് എത്ര പാതാളക്കുഴിയിലേക്ക് താണുപോയി എന്നതിൻ്റെ ഒരടയാളാണ് ആ അധ്യാപിക. അവരുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ വെറുപ്പ് കാണാൻ പറ്റും. അവരുടെ മുഖത്ത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇവിടെ പറ്റാത്തതുകൊണ്ടാണ്. വെറുപ്പ് അത്രയൊക്കെ തന്നെയുള്ള എത്രയെങ്കിലും ആളുകൾ ചുറ്റുവട്ടത്തുണ്ട്, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെതിരെയുള്ളൊരു നിൽപ്പാണ്. ടാഗോർ അതാ പറഞ്ഞ സ്നേഹവാത്സല്യങ്ങളുടെ ഒരു കൂടായി, വിദ്വേഷവും കാലുഷ്യവും കന്മഷവും ഇല്ലാത്ത സ്നേഹവാത്സല്യങ്ങൾ മാത്രം നിറയുന്നൊരു കൂടായി ഈ ലോകത്തെ മാറ്റിത്തീർക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ലക്ഷ്യം എന്ന് അദ്ദേഹം പറയേണ്ട. വിശ്വഭാരതിക്ക് അദ്ദേഹം 3 ലക്ഷ്യങ്ങൾ നിർദ്ദേശിച്ചു. 1 ജോയ്ഫുൾനെസ്, ആനന്ദം. 2 ക്രിയേറ്റിവിറ്റി, സർഗാത്മകത. 3 സ്വാതന്ത്ര്യം, ഫ്രീഡം. ഇത് 3മാണ് വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളെ അത് ആനന്ദത്തിലേക്ക് കൊണ്ടുപോകണം, നിങ്ങളുടെ സർഗാത്മകതയെ അത് വളർത്തണം, നിങ്ങളുടെ സ്വാതന്ത്ര്യബോധത്തെ ഉയർത്തണം. ഇത് 3 ചേർന്നതാണ് വിദ്യാഭ്യാസമെന്നും
അങ്ങനെയുള്ള ഒരു ഇടമായി മാറുകയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അവസാന ലക്ഷ്യമെന്നും അതിനു മുമ്പ് അല്ലെങ്കിൽ അതിനിടയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ബിരുദങ്ങൾ, പദവികൾ, ജോലി, സമ്പത്ത് ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഇടത്താവളങ്ങളാണ് എന്നും അവസാന ലക്ഷ്യം ഈ ഏകലോകം, ടാഗോർ പറഞ്ഞ ഏകലോകം, ബർട്രാൻഡ് റസ്സൽ സ്വപ്നം കണ്ട ഏകലോകം ആണെന്നുമാണ് ടാഗോർ അന്ന് പറഞ്ഞത്. ഈ ഏകലോകം എത്രമേൽ നിലംപൊത്തിയിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും. അതുകൊണ്ടൊരു വിദ്യാഭ്യാസം എന്ന സങ്കല്പത്തിൻ്റെ ഏറ്റവും ഉന്നതമായൊരു മൂല്യത്തെയാണ് വാസ്തവത്തിൽ യാതന അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ ചൊല്ലിയുള്ള നമ്മുടെ വേദനയിൽ നാം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് നാം ഓർക്കണം. ഞാനിത് തുടങ്ങിയ ദിവസങ്ങളിൽ ഒരു ദിവസം എൻ്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. ആ പുസ്തക പ്രകാശനത്തിൻ്റെ അന്ന് രാവിലെ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്ന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരയച്ചതെന്ന് തോന്നുന്നില്ല, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമ്പോഴാണ് ബോംബേർ കൊണ്ട് തകർന്ന കെട്ടിടത്തിനുള്ളിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞ് ഒരു ഡോക്ടറുടെ അടുത്ത് ഇരിക്കുന്നതാണ്. ആ കുഞ്ഞിങ്ങനെ വിറയ്ക്കുന്നുണ്ട്, കിലുകിലാ വിറയ്ക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ കുഞ്ഞിനെ ആ ഡോക്ടർ ഇങ്ങനെ പതിയെ പതിയെ സമാശ്വസിപ്പിച്ച് അവൻ്റെ തോളത്ത് തട്ടി അവനെ ചേർത്ത് പിടിച്ച് അവനെ പതിയെ ആശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ മുള പൊട്ടുന്നത് പോലെ ഉള്ളൊരു കരച്ചിലാണ്. വാസ്തവത്തിൽ നമ്മൾ എത്തിപ്പെട്ട ഒരു കാലത്തിൻ്റെയും നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെയും പരമമായ നിരർത്ഥകതയെയും നിസ്സഹായതയെയും ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ മറ്റൊന്നും നമ്മെ ബോധ്യപ്പെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ പല ദിവസങ്ങളിൽ അതുപോലെ കരയുന്ന എത്രയോ കുഞ്ഞുങ്ങളെ കാണാനുണ്ട്. പിന്നെ പല ദിവസങ്ങളിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ മരിച്ചൊടുങ്ങുമ്പോൾ അവരെ തിരിച്ചറിയാൻ കഴിയണേ എന്ന പ്രാർത്ഥന മാത്രമുള്ള മാതാപിതാക്കളായി. നോക്കൂ, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതിനെ ചൊല്ലി കേരളത്തിലെ പത്രങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ പുലർത്തിയ സങ്കടത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതിൻ്റെ കോടാനുകോടി മടങ്ങ് സങ്കടമാണ് കേട്ടോ. അത് പക്ഷേ നമ്മളെ അലോസരപ്പെടുത്തുന്നില്ല. ഞാൻ നമ്മുടെ വ്യാജത്തെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. അതിൻ്റെ കോടാനുകോടി. നോക്കൂ, ഒരു പിതാവ് എന്ന നിലയ്ക്ക്, ഒരു മാതാവ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ കുഞ്ഞിന് മാന്യമായൊരു ശവമടക്ക് കിട്ടണേ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിതം എത്തിച്ചേർന്നാൽ അതിനേക്കാൾ നിരർത്ഥകമായി തീരാവുന്ന എന്താണ് ബാക്കിയുള്ളത്? ഇതാണ് കേട്ടോ ഗാസ. അതിലേക്ക് ഒരു ജനതയെ പടിപടിയായി തള്ളിവിട്ട നൃശംസതയുടെ, മനുഷ്യവിരുദ്ധതയുടെ ആകാരം മാത്രമായിട്ട് ഒരു തെമ്മാടി രാജ്യത്തെ പോലെ ഇസ്രായേൽ മാറിത്തീരുകയും ചെയ്തു. അതുകൊണ്ടാണ് ഭരണകൂടങ്ങൾ നിശബ്ദമായി നിൽക്കുമ്പോഴും ഒരുപക്ഷെ അറബ് രാജ്യങ്ങളിലുടനീളം, യൂറോപ്യൻ രാജ്യങ്ങളിലുടനീളം, ലണ്ടനിൽ, ഫ്രാൻസിൽ, പാരീസിലൊക്കെ തന്നെ ഇതിനെതിരെ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ റാലികൾ നടന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, പ്രതിഷേധ റാലി നടക്കാത്ത ലോകത്തെ പ്രധാനപ്പെട്ട തലസ്ഥാനങ്ങളിലൊന്ന് നമ്മുടെ രാജ്യത്തിൻ്റെതാണ്. ഡൽഹിയിൽ ഒരു റാലി നടന്നിട്ടില്ല. ഒറ്റതിരിഞ്ഞ് അവരെവിടെയും ചില സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇന്ത്യ പ്രതിഷേധിച്ചിട്ടൊന്നുമില്ല. മഹാത്മാഗാന്ധിയുടെ നാടാണ്, അഹിംസയുടെ നാടാണ്. മതരാഷ്ട്രം പാടില്ലെന്ന് ആദ്യം പറഞ്ഞ, ഇസ്രായേൽ തെറ്റാണെന്ന് പറഞ്ഞ ആദ്യത്തെ ആളായിരുന്നു ഗാന്ധി. നരകത്തിൻ്റെ വാതിലാണ് നമ്മൾ തുറക്കുന്നത് എന്ന് ഇസ്രായേലിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് ദേശീയ പ്രസ്ഥാന കാലത്ത് നേതാക്കൾ പറയുന്നുണ്ട്. ആ നരകവാതിൽ തുറന്ന് ഇന്ന് ലോകത്തെ ഇമാതിരി വിഴുങ്ങിക്കഴിയുമ്പോഴേക്കും നമ്മൾ അതിൽ സമ്പൂർണ്ണ മൗനം പാലിക്കുന്ന ഒരിടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് നാം നേടിയ അറിവുകളും നാം നേടിയ വളർച്ചയും വാസ്തവത്തിൽ നമ്മുടെ അടിസ്ഥാനപരമായ ജീവിതബോധ്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് പ്രേരണയാകാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഈ സാഹോദര്യം കൂടിയുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെയുള്ള ചില ഒത്തുകൂടലുകളിലൂടെ പറയുന്നത്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇതിന് വലിയ പരിഹാരം ഉണ്ടാവുമോ എന്നൊരാൾക്ക് സംശയിക്കാം. അതിനെല്ലാം അപ്പുറം പറയുന്നു എന്നത് പ്രധാനമാണ്. ഇപ്പം ഞാൻ ധാരാളമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം കാര്യങ്ങൾ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചിലരെന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്തിനാണിത്. കാരണം 90-ൽ ഞാൻ പ്രസംഗം ആരംഭിച്ചു. ഇപ്പോൾ 33 വർഷമായി.
പൊതുജീവിതത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. 90-ൽ ഞാൻ പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ ബാബറി മസ്ജിദ് തകർത്തിട്ടില്ല. അന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. കാരണം ഒരു രാജ്യത്ത് ഒരു ജനവിഭാഗത്തിൻ്റെ ആരാധനാലയത്തെ മതഭ്രാന്ത് കൊണ്ട് മറ്റൊരു തെമ്മാടിക്കൂട്ടത്തിന് തകർക്കാൻ കഴിയുമെന്ന് ഞാനന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അത് തകർന്നു. അത് തകർത്ത സ്ഥലത്ത് മറ്റൊരു ആരാധനാലയം പണിയുന്നതിന് തറക്കല്ലിടാൻ പ്രധാനമന്ത്രി എത്തുന്ന രീതിയിലേക്ക് ഈ രാജ്യം മാറി. അപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാതിരുന്നുകൂടാ എന്നതുകൊണ്ട്. അതുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഈ പറഞ്ഞതിൻ്റെ അവസാന ഫലം വിജയമാണോ പരാജയമാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒരുപക്ഷെ പറയലാണ് പ്രധാനം എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫാഷിസം വിജയിച്ചതിന് ശേഷം, പരാജയപ്പെട്ടതിന് ശേഷം, രണ്ടാം ലോക യുദ്ധാനന്തരം ഫാസിസ്റ്റ് കുറ്റവാളികളെ വിചാരണ ചെയ്തൊരു സന്ദർഭത്തെക്കുറിച്ച് ലോകത്തെ വളരെ പ്രസിദ്ധയായ സാമൂഹ്യ ചിന്തകയായിട്ടുള്ള ഹന്നാ ആരൻഡ് എഴുതുന്നുണ്ട്. അപ്പോൾ ഐക്മാൻ എന്ന് പറഞ്ഞ് ഹിറ്റ്ലറുടെ കൂട്ടക്കൊലയുടെ നടത്തിപ്പുകാരനായ അയാൾ, ഹിറ്റ്ലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനും കൂടിയായിരുന്ന ഐക്മാൻ്റെ വിചാരണ നടക്കുന്നത് അവർ നിരീക്ഷിക്കുന്നുണ്ട്. ഇസ്രായേലാണ് കേട്ടോ, മൊസാദിൻ്റെ സംഘമാണ് അർജന്റീനയിൽ നിന്ന് ഈ ഐക്മാനെ പിടികൂടി കൊണ്ടുവന്ന് വിചാരണയിൽ എത്തിക്കുന്നത്. അവിടെയാണ് വിചാരണ നടക്കുന്നത്. അത് കാണാനായിട്ട് അമേരിക്കയിൽ നിന്ന് ഈ ഹന്നാ ആരൻഡ് വരികയാണ്. ഹന്നാ ആരൻഡ് വിചാരണ മുഴുവൻ കണ്ടതിന് ശേഷം എഴുതുന്ന കുറിപ്പിൽ പറയുന്നത്, ഞാൻ കരുതിയത് ഈ ഐക്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ഭീകരനായ മനുഷ്യനായിരിക്കും, ഒരു ദുഷ്ടരൂപമായ ഭീകരരൂപിയായ ഒരാളായിരിക്കുന്നതാണ്. കണ്ടപ്പോഴാണ് നമ്മളെയൊക്കെ പോലെ തന്നെ അതിസാധാരണനായ ഒരാളായിരുന്നു. അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അയാൾക്ക് ഭാര്യ ഉണ്ടായിരുന്നു, അയാൾ നല്ല ഭർത്താവായിരുന്നു, നല്ല അച്ഛനായിരുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്ന ആളാണ്. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ലോകത്ത് ഫാസിസം വിജയിച്ചത്, ജർമ്മനിയിൽ ഫാസിസം വിജയിച്ചത് ഫാഷിസ്റ്റുകളുടെ ശക്തി കൊണ്ട് മാത്രമല്ല, മറിച്ച് തിന്മ അതിൻ്റെ ഭീകരരൂപം ആർജിച്ച് നിൽക്കുന്നുണ്ട് എന്നും നിങ്ങൾക്ക് ചുറ്റും കൊടിയ ഹിംസ അരങ്ങേറുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും നിശബ്ദത പാലിച്ചവരുടെ ബലത്തിലാണ് ഫാസിസം വിജയിച്ചത്. അതുകൊണ്ട് ഫാഷിസ്റ്റുകൾ വിജയിക്കുന്നത് അവരുടെ മാത്രം ബലത്തിലല്ല, ഒരുപക്ഷെ നമ്മുടെ സമ്മതം കൊണ്ടുകൂടിയാണ്. ആ സമ്മതം ഇല്ല എന്ന് ലോകത്തോട് പറയാനാണ് ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഒത്തുകൂടുന്നത്. ഇവിടെ മാത്രമല്ല, എവിടെയും ഒത്തുകൂടേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്.